ജോലിക്ക് വേണ്ടിയിട്ട് IELTS ചെയ്യേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തിരഞ്ഞെടുത്തത് സ്പീക്കി AI എന്ന് പറയുന്ന അപർണ മൽബറി നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 30-ാം തീയതി ജോയിൻ ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു 1000 rupees ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് 1-ാം തീയതിയോ 7-ാം തീയതിയോ ബാച്ചുകൾ തുടങ്ങുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒരു ബാച്ചിൽ ചേർന്നാൽ മതി എന്ന് പറഞ്ഞു. ധന്യ കുറച്ച് ക്ഷമിക്കണം കേട്ടോ, 14-ാം തീയതി ആയിക്കഴിഞ്ഞാലേ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ പറഞ്ഞു. 14-ാം തീയതി ആയി കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ അതിൻ്റെ 2 ദിവസം മുന്നേ വിളിച്ച് നോക്കുമ്പോൾ ഈ സ്ത്രീ ഫോൺ എടുക്കണില്ല, ഒന്നുമില്ല. പറഞ്ഞു അയ്യോ ഒന്നുകൂടി വെയിറ്റ് ചെയ്യണം, അങ്ങനെ ഒരു കോഴ്സ് തുടങ്ങണ്ടോ എന്നുള്ളത് ആയിട്ടില്ല, അത് അറേഞ്ച് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ പൈസ തിരിച്ചു തന്നുള്ളൂ പറഞ്ഞു. എനിക്കിതുവരെ അവർ റീഫണ്ട് ചെയ്ത് തന്നിട്ടുമില്ല. ഇത്രയും സമയം ഞാൻ എൻ്റെ സമയവും എൻ്റെ സമയനഷ്ടവും എൻ്റെ പണനഷ്ടവും എൻ്റെ ലോൺ എടുത്തിട്ടുള്ള പൈസ അതെല്ലാം പെൻഡിങ് ആക്കിയിരിക്കുന്നു. നമസ്കാരം. സോഷ്യൽ മീഡിയ താരവും മലയാളികളെ മലയാളം പറഞ്ഞ് ഞെട്ടിച്ച വിദേശ വനിതയായ അപർണ മൽബറിക്കെതിരെ ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുകയാണ്. അപർണ മൽബറി നടത്തുന്ന സ്പീക്കി AI എന്ന സ്ഥാപനത്തിനെതിരെയാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. ഇംഗ്ലീഷ് കോഴ്സുകൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് പല പരസ്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ സ്പീക്കി AI എന്ന സ്ഥാപനത്തിൽ ഇംഗ്ലീഷ് കോഴ്സ് ചെയ്യാൻ പാലക്കാട് സ്വദേശിനിയായ ധന്യ സമീപിക്കുന്നു. അവർ ഫീസ് അടയ്ക്കുന്നു, കൃത്യമായ സേവനം നൽകിയില്ല, കടുത്ത മാനസിക വ്യതയുണ്ടാക്കിയെന്നൊക്കെ കാണിച്ച് പാലക്കാട് ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയിൽ പരാതി നൽകിയിരിക്കുകയാണ്. എന്താണ് പരാതിയിൽ പറയുന്നത്? ധന്യ പറയുന്നത് കേൾക്കാം. എൻ്റെ പേര് ധന്യ എന്നാണ്. ഞാൻ പാലക്കാട് ജില്ലയിലാണ് താമസിക്കുന്നത്. എനിക്ക് ജോലിക്ക് വേണ്ടിയിട്ട് IELTS ചെയ്യേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തിരഞ്ഞെടുത്തത് സ്പീക്കി AI എന്ന് പറയുന്ന അപർണ മൽബറി നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അവരുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ കൊച്ചിയിലാണ് നടത്തണമെന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഓൺലൈൻ ക്ലാസ്സിനേക്കാൾ നല്ലത് ഓഫ്ലൈനായിരുന്നു. പക്ഷെ ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്കൊരു 2-3 ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഞാൻ നോക്കുമ്പോഴും കുറച്ച് ദൂരമുള്ള സ്ഥാപനങ്ങളാണ് എല്ലാതും. അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന രീതിയിലാണ് ഇവരുടെ ക്ലാസ്സുകൾ എൻ്റെ സൗകര്യത്തിനനുസരിച്ച് അറേഞ്ച് ചെയ്തുതരാമെന്നുള്ള രീതിയിലാണ് ഞാനതിൽ ജോയിൻ ചെയ്തത്. ഈ നിമിഷ എന്ന് പറഞ്ഞുള്ള കുട്ടി ഒരു ജൂൺ 30-ാം തീയതി വരെ എന്നെ വളരെ നല്ല കോൺടാക്റ്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇവരെന്നെ 30-ാം തീയതി ജോയിൻ ചെയ്യിപ്പിച്ചത്. അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 30-ാം തീയതി ജോയിൻ ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു 1000 rupees ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് 1-ാം തീയതിയോ 7-ാം തീയതിയോ ബാച്ചുകൾ തുടങ്ങുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒരു ബാച്ചിൽ ചേർന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ശരി. അപ്പോൾ അത് മാത്രമല്ല ഇവിടെ വൈഫൈ കണക്ഷൻ, ഇതൊരു റൂറൽ ഏരിയയാണ്. അത് മാത്രമല്ല കുറച്ച് വൈഫൈയുടെ ഇഷ്യൂസ്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഞാൻ ലാപ്ടോപ്പ് ഇങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പൈസയൊക്കെ കൊടുത്തു. പൈസ കൊടുത്തതിന് ശേഷം 1-ാം തീയതി ആയി കഴിഞ്ഞപ്പോൾ തന്നെ അവരെന്നെ ആ ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്തു. അത് എൻ്റെ സമ്മതപ്രകാരം തന്നെയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു 1-ാം തീയതി എന്നെ ജോയിൻ ചെയ്യിപ്പിച്ചാലും എനിക്ക് 1-ാം തീയതിത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് 3-ാം തീയതി മുതൽ എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്തൊക്കെ എനിക്ക് ഓർമ്മയില്ല, 2-3 കാര്യങ്ങൾ ആ ദിവസങ്ങളിൽ ചെയ്യാണ്ടായിരുന്നു. അങ്ങനെ 3-ാം തീയതി ആയി കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ നിമിഷയ്ക്ക് വിളിച്ചു പറഞ്ഞു എനിക്ക് ഈ 1-ാം തീയതിത്തെ പറ്റില്ല കേട്ടോ, കാരണം എൻ്റെ വൈഫൈ അറേഞ്ച് ചെയ്തിട്ടില്ല, അതുകൊണ്ട് 5-ാം തീയതിക്ക് ആവുള്ളൂ, ഇനി 7-ാം തീയതിത്തെ ബാച്ചിലേക്ക് ചേർത്താൽ മതി പറഞ്ഞു. അപ്പോൾ ഈ പെൺകുട്ടി എന്നിട്ട് ആന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഈ ലയ മാഡത്തിനെ വിളിച്ചിട്ട് ഞാൻ സംസാരിച്ചു, ഇതിന് എത്ര ബുദ്ധിമുട്ടിയിട്ട് എന്നെ ഇത്രയും ഇതിൽ ചേർത്തിട്ടുള്ളത്, ഞാൻ അവരോട് സംസാരിച്ചതാണല്ലോ, ഇത് ഇങ്ങനെ എത്ര നേരത്തെ ജോയിൻ ചെയ്യിപ്പിക്കേണ്ടതെന്ന്, ഞാൻ എങ്ങനെ വെച്ചിട്ട് അത് ക്ലാസ് കാണാൻ, എനിക്ക് ക്ലാസ് കാണാനുള്ള സൗകര്യം ഇല്ല പറഞ്ഞു. അങ്ങനെ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അതൊന്ന് എക്സിറ്റ് ചെയ്യിപ്പിച്ചു. അങ്ങനെ 7-ാം തീയതിത്തെ ബാച്ച് ആകുമ്പോൾ ഇത് തുടങ്ങുന്നത് കാണാനില്ല. അപ്പോൾ ഞാൻ വിളിച്ചു നോക്കുമ്പോൾ അവർ പറഞ്ഞു ധന്യ കുറച്ച് ക്ഷമിക്കണം കേട്ടോ, 14-ാം തീയതി ആയിക്കഴിഞ്ഞാലേ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ പറഞ്ഞു. 14-ാം തീയതി ആയി കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ അതിൻ്റെ 2 ദിവസം മുന്നേ വിളിച്ച് നോക്കുമ്പോൾ ഈ സ്ത്രീ ഫോൺ എടുക്കണില്ല, ഒന്നുമില്ല. ഞാൻ എന്നിട്ട് വീണ്ടും ഈ ട്യൂട്ടറെ വിളിച്ചു, ലയ മാഡത്തിനെ. ലയ മാഡം എനിക്ക് ഷെറിൻ പറഞ്ഞിട്ടുള്ള ഒരു അക്കാഡമിക് കോർഡിനേറ്ററുടെ കോൺടാക്ട് നമ്പറും തന്നു. ഇവർ വിളിച്ചിട്ട് എബി എന്ന് പറഞ്ഞിട്ടൊരാളെ വിളിച്ചു സംസാരിച്ചു. അങ്ങനെ ഇവർ വിളിച്ചിട്ട് പറഞ്ഞു അയ്യോ ഒന്നുകൂടി വെയിറ്റ് ചെയ്യണം, അങ്ങനെ ഒരു കോഴ്സ് തുടങ്ങണ്ടോ എന്നുള്ളത് ആയിട്ടില്ല, അത് അറേഞ്ച് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ പൈസ തിരിച്ചു തന്നുള്ളൂ പറഞ്ഞു. എത്രയോ ദിവസങ്ങൾ ഇവരെ വിളിക്കുമ്പോൾ ഇവർ ഓരോരുത്തരുടെ നമ്പർ ഇങ്ങനെ നമുക്ക് മാറി മാറി തരിക. എന്നിട്ട് മാറി തരുന്ന സമയത്ത് നമ്മൾ പിന്നെ നിമിഷയ്ക്ക് വിളിച്ചിട്ട് ഞാൻ ദേഷ്യപ്പെട്ടു തുടങ്ങി. ഞാൻ പറഞ്ഞു ഞാൻ കോർട്ടിൽ ലീഗലി ഞാൻ മൂവ് ചെയ്യും, എന്നെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കരുത്, എൻ്റെ പൈസ എനിക്ക് തിരിച്ചു തരണം, ഞാൻ ലോൺ എടുത്തിട്ടുള്ള പൈസയാണ് അതെന്നൊക്കെ പറയണം. ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസും ഇല്ല. എന്നിട്ട് പറഞ്ഞു അവർക്ക് പനിയായിരുന്നു, എന്തൊക്കെയോ തീരെ ഒരു ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലായിരുന്നു സംസാരം. എന്നിട്ട് രാത്രിയും ഒക്കെ ആവണ സമയത്ത് ഓരോരുത്തർ മാറി വിളിക്കും. എന്നിട്ട് എൻ്റെ പ്രശ്നങ്ങൾ എന്താ എന്നുള്ളത് അവർ ചോദിച്ച് മനസ്സിലാക്കും.
എന്നിട്ട് പറയും അത് സോൾവ് ചെയ്ത് തരാം, അത് പ്രശ്നമില്ല എന്ന് പറയും. എന്നിട്ട് നമ്മൾ തിരിച്ച് വിളിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് വെച്ചാൽ ഞാൻ ഈ ഒരു ജോബിൽ നിന്ന് ഞാൻ റിസൈൻ ചെയ്തു. അങ്ങനെ 2-3 പേരായി എന്നോട് അങ്ങനെ പറയണം. ഇവരുടെയൊന്നും പേരുകൾ എനിക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റിയിട്ടില്ല, കാരണം അത്രയും പേര് എന്നെ വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകിൽ വാട്സാപ്പ് കോളോ അല്ലെങ്കിൽ നെറ്റ് കോളോ ആണ് അവർ വിളിച്ചിരുന്നത്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ജൂലൈ 31 തീയതി ആകുമ്പോൾ ഇവർ കോഴ്സ് തുടങ്ങിയിരിക്കുന്നു. ഇത്രയും മാസങ്ങൾ എൻ്റെ ഡിലേ ആക്കി വെച്ചിട്ട് ഈ ഒരു കോഴ്സ് ചേർന്ന് നോക്കിയപ്പോൾ പിന്നെ എത്ര ബുദ്ധിമുട്ടിച്ച് വട്ടം കറക്കിയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഈ കോഴ്സിൽ ചേരാൻ ഒരു താല്പര്യമില്ല, എൻ്റെ പൈസ അത്രയും മുന്നേ ഞാൻ പറയുന്നു പൈസ റീഫണ്ട് ചെയ്ത് തരണമെന്ന്. ഒരു തരത്തിലും അവർ സമ്മതിച്ചില്ല. അങ്ങനെ ഒരു ഓഗസ്റ്റ് 8 തീയതി ആയി കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസും ഇല്ല. എൻ്റെ ഫ്രണ്ടിനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്, എങ്ങനെയെന്ന് വിളിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു. അവൻ സംസാരിച്ചതിനനുസരിച്ചിട്ടുണ്ട് അവരിങ്ങോട്ട് കോൺടാക്ട് ചെയ്യണം. അവർ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഒരു 1000 രൂപീസും കൂടി ഞാൻ കുറച്ച് തരാം, അതുകൊണ്ട് വീണ്ടും കോഴ്സിന് ജോയിൻ ചെയ്യാം. ഞാൻ എങ്ങനെ കോഴ്സിന് ജോയിൻ ചെയ്യാം, എൻ്റെ സമയം പോയി. അത് മാത്രമല്ല നമ്മൾ ഇത്രയധികം മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിച്ചിരിക്കുക. ഇപ്പം തുടക്കത്തിലേ അവർ ഇത്രയധികം ഒരു ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ നമ്മളെ ആക്കി. പിന്നെ നമ്മൾ എന്ത് വിശ്വാസത്തിലാണ് ആ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുക? എനിക്കിതുവരെ അവർ റീഫണ്ട് ചെയ്ത് തന്നിട്ടുമില്ല. ഇത്രയും സമയം ഞാൻ എൻ്റെ സമയവും എൻ്റെ സമയനഷ്ടവും എൻ്റെ പണനഷ്ടവും എൻ്റെ ലോൺ എടുത്തിട്ടുള്ള പൈസ അതെല്ലാം പെൻഡിങ് ആക്കിയിരിക്കുന്നു. ഉദ്ദേശിച്ച ജോബും കിട്ടിയിട്ടില്ല. അപ്പം ഞാനിപ്പോൾ ലീഗലി മൂവ് ചെയ്തിരിക്കുകയാണ്. കൺസ്യൂമർ കോർട്ടിൽ ഞാൻ പരാതി കൊടുത്തിരിക്കുകയാണ്. എനിക്ക് എത്രയും പെട്ടെന്ന് ഇതിനൊരു വേറെ ആരും ഇതേപോലെ പറ്റിക്കപ്പെടരുത്. എനിക്ക് ഈ ഒരു 5000 രൂപീസ് എന്ന് പറഞ്ഞാൽ വളരെയധികം വാല്യൂ ഉള്ളതാണ്. അവർക്കത് പ്രശ്നമില്ല എന്നുണ്ട് വെച്ചാൽ അതെനിക്കത് തിരിച്ച് ഇത്രയും പെട്ടെന്ന് കിട്ടണമെന്നുണ്ട്. എന്തായാലും ധന്യയുടെ പരാതിയെ തുടർന്ന് മറുനാടൻ അപർണ മൽബറിയുമായി വാട്സപ്പിൽ ബന്ധപ്പെട്ടു. നമ്മുടെ സന്ദേശം അവർ കേട്ടു, പക്ഷേ മറുപടിയൊന്നും ലഭിച്ചില്ല. തുടർന്ന് സ്പീക്കി എയുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ടെങ്കിലും മറുപടി ലഭിച്ചില്ല. എന്തായാലും പരാതിയുമായി മുന്നോട്ട് പോവുകയാണ് ധന്യ. കൊച്ചിയിൽ നിന്നും ആർ പിയൂഷ്, മറുനാടൻ മലയാളി.